ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഈ വചനഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 80-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. യെശയ്യായുടെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം: ഇസ്രായേൽ പുഷ്പിക്കുകയും ശാഖകൾ വിരിക്കുകയും ചെയ്യും, ഭൂമി മുഴുവൻ അതിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയും. പഴയ നിയമഗ്രന്ഥങ്ങളിൽ ഇസ്രായേൽ ജനത്തെയാണ് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടവുമായി പ്രവാചകന്മാർ പലപ്പോഴും ഉപമിക്കുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ജനമാണെന്നാണ് യഹൂദർ വിശ്വസിച്ചിരുന്നത്. ഇവിടെ ഈശോ തൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അപ്പോസ്തലന്മാരോടാണ് ഈ ഉപമ അരുളി ചെയ്യുന്നത്. ഈശോ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോട് ഇങ്ങനെ പറയുന്നു: ഞാനാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിന്നാൽ നിങ്ങളും ഫലം തരുന്നവരായി മാറും. ഒരു മുന്തിരിച്ചെടി അത് നട്ടതിന് ശേഷം ഫലം തരണമെങ്കിൽ ഏകദേശം 3.5 വർഷമെങ്കിലും എടുക്കും. ഇതിനിടയിൽ കൃഷിക്കാരൻ ഈ മുന്തിരിച്ചെടിയെ വെട്ടിയൊരുക്കും. എന്തിനു വേണ്ടിയാണ് കൃഷിക്കാരൻ അത് ചെയ്യുന്നത്? കൂടുതൽ വിളവ് നൽകുന്നതിന് വേണ്ടിയാണ്. ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്: കർത്താവിനോട് അടുക്കും തോറും സഹനങ്ങൾ ഉണ്ടാവുകയാണ്. നല്ല കൃഷിക്കാരനായ പിതാവ് നമ്മെ വെട്ടിയൊരുക്കുകയാണ്. വെട്ടിയൊരുക്കൽ എപ്പോഴും ഒരു വേദനയുടെ, ഒരു നൊമ്പരത്തിൻ്റെ, ഒരു സഹനത്തിൻ്റെ അനുഭവമായിരിക്കാം. പക്ഷേ ഈ വെട്ടിയൊരുക്കൽ ചെടിയുടെ വളർച്ചയ്ക്ക്, ഫലം നൽകുന്നതിന് അത്യാവശ്യമാണെന്ന് കൃഷിക്കാരനായ ആ നല്ല പിതാവിന് അറിയാം. എന്താണ് ഈശോ ആകുന്ന തായ്തണ്ടിനോട് ഒരുവൻ ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം: ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് ഈ സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കാനാവൂ, സ്നേഹമായി മാറുവാനാവൂ. പ്രിയമുള്ളവരെ, വെട്ടിയൊരുക്കൽ എപ്പോഴും മുന്തിരിവള്ളിക്ക് വേദനയുടെ അനുഭവം തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഫലമോ ക്രിസ്തുവുമായുള്ള ഗാഢബന്ധത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന സ്നേഹവും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ തിരുവചനം: എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈശോ നമ്മെ വെട്ടിയൊരുക്കുന്നത് പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാനാണ്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.